ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. DGPക്ക് കിട്ടിയ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഒടുവിൽ കേസെടുത്തിരിക്കുന്നു. വകുപ്പ് ചുമത്തിയതാണെങ്കിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തു എന്നുള്ളതാണ്, പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടോ ഷഫീദ്? രജിത, ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം. അതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നതിലെ സാധ്യത പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പലതരത്തിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ചില പരാതികൾ ചില സ്റ്റേഷനുകൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊരു തേർഡ് പാർട്ടി പരാതി ആയതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു നിയമോപദേശം. എന്നാൽ അതിന് പിന്നാലെ ലഭിച്ച ചില പരാതികൾ, ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്ന വകുപ്പാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ പരാതികൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ ചില പരാതികളിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതുകൂടി ഉൾപ്പെടുത്തി കൂടുതൽ FIR, ആവശ്യമെങ്കിൽ ഒരേ FIRൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന വിവരം.